പാർത്ഥൻ, ഉം. കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് ഇപ്പം വലിയ രീതിയിൽ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ പോലീസ് പിടികൂടുന്ന ഒരുപാട് വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു ആയുർവേദ സ്പായുമായി ബന്ധപ്പെട്ടിട്ട് ആയുർവേദ സ്പാ എന്ന പേരിൽ അതിൻ്റെ പുറകിൽ അനാശാസ്യം, പെൺപിള്ളേരെ നിർത്തി വിൽപ്പന നടത്തുക. അതായത് ഏകദേശം 8 പേരെയോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ വ്യാപകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നാണ് പോലീസിൻ്റെ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് ഇടനില നിന്നിരിക്കുന്ന, അതായത് ഈ സ്പായുടെ ഉടമസ്ഥൻ ഇതുവഴി ഒരു മാസം സമ്പാദിച്ചത് 1 കോടി രൂപയാണ്. 1 കോടി, അതായത് 2 കോടിക്കടുത്ത് രൂപ ഇത്തരം പ്രവർത്തികളിലൂടെ ആളുകൾ സമ്പാദിക്കുന്നു എന്ന കാര്യവും ഇതിലൂടെ വ്യക്തമായിട്ടാണുള്ളത്. നേരത്തെ എനിക്ക് തോന്നുന്നു കടവന്ത്രയാണെന്ന് തോന്നുന്നു, പാലാരിവട്ടത്തെയും അതുപോലെ തന്നെ മറ്റൊരു ട്രാഫിക് പോലീസിനെയും ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യായിരുന്ന ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരു കേന്ദ്രം, ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ച് ഈ അനാശാസ്യ പ്രവർത്തനം നടത്തുന്നത് എന്ന അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണത് നടത്തിപ്പിൽ ഇവരുടെ ഉടമസ്ഥയിലാണ് ആ ലോഡ്ജ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് ഈ കാര്യം നടത്തിയത് വേറെ ആളായിരുന്നു, പക്ഷെ ഇവരായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അതായത് ഒരു ASIയും ഒരു ട്രാഫിക് പോലീസ് കോൺസ്റ്റബിളും ആയിരുന്നു. ഇത് ഭയങ്കര കൊച്ചി കേന്ദ്രീകരിച്ച് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഭയങ്കര ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണിത്. കാരണം ബ്രോത്തൽ സെറ്റപ്പാണ് ഇത് ആക്ച്വലി ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബ്രോത്തൽ എന്ന് പറയുന്നത് വ്യഭിചാരശാല. ഇത് നിയമപരമായിട്ട് തെറ്റാണ്. ലൈംഗിക വൃത്തി ഒരു സ്ത്രീക്ക് ഇൻഡിവിജ്വലി ചെയ്യാം, തെറ്റില്ല. പക്ഷെ ഇവിടെ പലതരം ചോദ്യങ്ങൾ വരുന്നു വരുന്നുണ്ട്. കാരണം ഇത് നിയമത്തിൻ്റെ ഏതൊക്കെ തട്ടിൽ നിർത്തിയാണ് നമ്മൾ ഇതിനെ അളക്കേണ്ടത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. കൊച്ചി കേന്ദ്രീകരിച്ച് എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സിറ്റികളോ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ലൈംഗികപരമായിട്ടുള്ള കച്ചവടം നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇനി സ്വന്തമായി ശരീരം വിറ്റ് ജീവിക്കുന്ന ആളുകളും ഇവിടെയുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷ വേശ്യകൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വിഭാഗം തന്നെയുണ്ട്. ഇന്ത്യ എന്നല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ വാരുന്ന ഇൻഡസ്ട്രി ഏതാണ്? പോൺ ഇൻഡസ്ട്രിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും അതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പഠന റിപ്പോർട്ട് കണ്ടത്, ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാൾ പോൺ സൈറ്റുകളിൽ കയറുന്ന സ്ത്രീകളാണ് എന്നൊരു റിസർച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ആ സെക്ഷൽ ഫ്രസ്ട്രേഷന് ഇങ്ങനെ വർദ്ധിച്ച് വരുന്നൊരവസ്ഥയിലാണ് ഒരു അനുകൂല സാഹചര്യം കിട്ടുമ്പോൾ മറ്റൊരു സ്ത്രീയെ കയറി പിടിക്കുന്ന, അവരെ ബ്രൂട്ടലി റേപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത്. ഇത് പുരുഷന് മാത്രമല്ല ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളത്, സ്ത്രീകൾക്കും ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷെ അത് വളരെ ഫലപ്രദമായി തടഞ്ഞു വെക്കാൻ, നിയന്ത്രിച്ച് നിർത്താൻ സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ രീതിയിലുള്ള പുരുഷ പീഡനങ്ങൾ നടക്കുന്നില്ല. ചെറിയ കുട്ടികളെയൊക്കെ കയറി പീഡിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ചില സ്ത്രീകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്പായുടെ മറവിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ നടത്തുമ്പോൾ ഇവിടെ 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് ഇൻഡിവിജ്വലി ലൈംഗിക തൊഴിൽ ചെയ്യുന്നതിന് വലിയ തടസ്സങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ച് ഒരു പറ്റം ആളുകളെ കൊണ്ടുവന്ന് അതുവഴി അതൊരു എന്താണ് മീഡിയ അല്ലെങ്കിൽ മീഡിയേറ്റർ വഴി ഒരു ധാരണയിലെത്തിയിട്ട് നമ്മളൊരു സെക്സിന് വേണ്ടി, അത് ഏജന്റ് വഴി ഒരു സെക്സിന് വേണ്ടി പോവാം. പിംപ് എന്ന് പറയും, അതാണ് കുട്ടിക്കൊടുപ്പ് എന്നതാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം. അപ്പോൾ ആ രീതിയിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുത്ത് ഒരാളുടെ അടുത്തേക്ക് പോകുന്നു, ആ പൈസയിൽ ഭൂരിഭാഗവും മറ്റവർ വാങ്ങുന്നു. അതിനൊരു വിഹിതം ഈ പറയുന്ന ലൈംഗിക തൊഴിൽ ഏർപ്പെടുന്ന സ്ത്രീക്ക് കൊടുക്കുന്നു. അവിടെയാണ് തെറ്റ് എന്ന് ഇവർ പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം വെച്ച് കഴിഞ്ഞാൽ, എവിടുന്ന് ഈ സ്ത്രീകൾ ഇവർക്ക്, ഈ പിമ്പുകൾക്ക്, ഏജന്റുമാർക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു, അതായത് കൃത്യമായി, അതായത് ട്രാഫിക്കിംഗ് ആയിരിക്കാം, തട്ടിക്കൊണ്ടുവരുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സ്ത്രീകളെ ഈ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കാം, മറ്റ് പ്രലോഭനങ്ങളിലൂടെയൊക്കെ. ഇപ്പോൾ ഇതിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നേരത്തെ ഒരു 2 ആഴ്ച മുമ്പ് ഒരു റിപ്പോർട്ട് വന്നത് 18ഉം 17ഉം വയസ്സിലുള്ള പെൺകുട്ടികൾ വരെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് എറണാകുളം പോലുള്ള നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് 18-17 വയസ്സെന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസ പഠനം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഒരു സ്ത്രീ പോകേണ്ട ഒരു സമയത്ത് ഇത്തരം ജോലികൾ ചെയ്ത് സമ്പാദ്യം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് എത്രമാത്രം അതിലൊരു ഭയങ്കര കുഴപ്പമുണ്ട്. കാരണം സ്ത്രീയെ ഏത് രീതിയിൽ അവളുടെ ശരീരത്തെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ഒരു അരാജകത്വത്തിലേക്കും ഒരു വല്ലാത്ത അവസ്ഥയിലേക്കുമാണ് കൊണ്ടെത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഈ
ചുവന്ന തെരുവ് എന്ന് പറയുന്ന ഒരു റെഡ് സ്ട്രീറ്റ് ബംഗാളിലെയും അതുപോലെ തന്നെ ഡൽഹിയിലെയും ഒക്കെ റെഡ് സ്ട്രീറ്റുകളിൽ എത്തിപ്പെടുന്ന സ്ത്രീകളുടെ അവസ്ഥ, പലതരത്തിൽ തട്ടിപ്പുകളിലൂടെ എത്തിപ്പെടുന്ന, ചതിയിലൂടെ എത്തിപ്പെടുന്ന ആളുകൾ, അതുപോലെ ഈ അടുത്തൊരാൾ പങ്കുവെച്ച ഒരു ഒരു എന്തായിരുന്നു ഒരു സന്ദേശം, ഒരു പെൺകുട്ടിയുടെ കഥ, സ്നേഹിച്ച കാമുകൻ അവരെ കൊണ്ടുപോയി ഉപേക്ഷിച്ച അവസ്ഥ. എന്നിട്ട് ആ കുട്ടി കൃത്യമായി പറയുന്നുണ്ട്, അവർക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ട്, വായിക്കാൻ ഇഷ്ടമുണ്ട്, ഇനി എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു, ഞാനൊരു മരവിച്ച മനസ്സുള്ള സ്ത്രീയായി മാറിയിരിക്കുന്നു എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത് ഇത്തരം റെഡ് സ്ട്രീറ്റുകൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഒരുപാട് പീഡനങ്ങൾ കുറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതൊരു ആംഗിളിൽ പാടത്തം പറഞ്ഞു, ഇങ്ങനെയും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് ചില സ്ത്രീകൾ ചിന്തിക്കുന്നുമുണ്ട്. അല്ല, അതിലെന്താ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ലൈംഗികത എന്ന് പറയുന്നത് ആരെയെങ്കിലും അവകാശമാണോ? നിയമപരമായിട്ട് തെറ്റല്ല, ലൈംഗികത ഏത് ജോലി പോലെ ഒരു ജോലിയാണ്. പക്ഷെ അത് വ്യവസായമായി നടത്തുമ്പോൾ ഒരു പറ്റം ആളുകൾ ചേർന്ന് അതിനൊരു വാണിഭ കേന്ദ്രമാക്കുമ്പോൾ അത് സ്ത്രീയെ അതിനുപയോഗിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെയും പക്ഷേ കേസ് എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സ്ത്രീകളെല്ലാം കൂടെ എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് ഈ പരിപാടിക്ക് നിന്നത്, ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നിന്നത് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പൂർണ്ണ സമ്മതമാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, സുഖമായിട്ട് ഇറങ്ങി വരും, എനിക്ക് പിന്നെ എന്നെ സഹായിക്കുക മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഘടകത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാളെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ചതിയിലൂടെ ഇത്തരം വാണിഭ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. അതിൻ്റെ ഒരു അന്വേഷണം, അതിൻ്റെ ഒരു പരിശോധനയൊക്കെ കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് സമൂഹത്തിൽ ഗുണം ചെയ്യും. സമൂഹത്തിൽ അവബോധം നടത്തേണ്ടതുണ്ട്. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നില്ലേ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള. ഏതൊരു മാധ്യമം പുറത്തുവിട്ട ഒരു ബൈറ്റ്, ഇസ്പായിൽ ഒരാളെ വിളിക്കുകയായിരുന്നു, വിളിച്ചിട്ട് അവർ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്തു. ഒരു പെൺകുട്ടിയെ വിളിക്കുന്നത് ജോലി അന്വേഷിച്ചിട്ട്. ഈ പെൺകുട്ടി ഇത് അറിഞ്ഞത് അവിടെ എന്തോ ഒരു ജോലിയുണ്ട്, മസാജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ജോലിയില്ല, ആ ജോലിക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. വളരെ സാമ്പത്തികമായിട്ട് വളരെ ദാരിദ്ര്യം നിറഞ്ഞൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. അച്ഛൻ ആശുപത്രിയിൽ കിടക്കുകയാണ്, അപ്പോൾ അവർക്ക് പൈസ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ ജോലിക്ക് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെ മെസ്സാജിങ് സെൻ്ററാണ്, ഇങ്ങനെ ഇത്ര ശമ്പളം ഉണ്ടാവും, അപ്പോൾ മറ്റ് പരിപാടികളൊക്കെ ചെയ്യുമല്ലോ മറ്റ് പെണ്ണുങ്ങൾ ഇവളോട് ചോദിക്കുന്നത്. അപ്പം ഈ പെൺകുട്ടി അത് തയ്യാറാവുകയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, ഇത്രയും ശമ്പളം കിട്ടുമല്ലോ, അതൊരു വലിയൊരു കാര്യമാണ്, എനിക്ക് ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഫാദർ, അപ്പം പൈസക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതിനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുരുപയോഗം ചെയ്യുന്നത്. അതായത് ഒരു സാമ്പത്തിക അവസ്ഥ ഇതിലൊരു സ്ത്രീകൾ ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ സാമ്പത്തിക അവസ്ഥ, കുടുംബ പശ്ചാത്തലമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രധാന ഘടകം തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ ആളുകൾക്കോ ഒന്നും ആളുകളുടെ ദാരിദ്ര്യം പരിഹരിക്കാൻ പറ്റാത്ത കാലത്തോളം, അവനവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കാലത്തോളം, സ്വന്തം അച്ഛനും അമ്മയും ആശുപത്രിയിൽ കിടക്കുമ്പോൾ തനിക്ക് ഭക്ഷണം കിട്ടാതെ താൻ മരിക്കുമെന്ന അവസ്ഥയിലാകുമ്പോൾ, കടം കയറി മുടിഞ്ഞ് ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോൾ താൻ ആത്മഹത്യ ചെയ്യണോ ഈ തൊഴിൽ ചെയ്യണോ എന്ന് ചിന്തിക്കുമ്പോൾ മരിക്കാൻ പേടിയുള്ളവർ ഈ തൊഴിൽ ചെയ്യും. അത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചിട്ട് മാത്രം കാര്യമില്ല. ഈ പറയുന്ന ആളുകൾക്ക് കൃത്യമായി വസ്ത്രവും വെള്ളവും ഭക്ഷണവും സമ്പത്തും അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ കടമ കൂടിയാണ്. അതുവരെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാരും ന്യായീകരിക്കുന്നില്ല, ഇത്തരത്തിൽ പല വശങ്ങൾ ഇതിനുണ്ട്. എന്തായാലും പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല അതിനിടയിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കൊച്ചിയിൽ തന്നെ നടക്കുന്ന വേറെ തട്ടിപ്പുണ്ട്. അതായത് ഒരു പലതരത്തിലുള്ള കോളുകൾ ഗൂഗിളിൽ നിന്നൊക്കെ തപ്പിയെടുത്ത് വിളിക്കുമ്പോൾ ഇന്ന ഹോട്ടലിൽ ഇവരുണ്ട്, അന്ന ഹോട്ടലിൽ ആ സ്ഥലത്ത് മറ്റവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൈസ അയക്കാൻ പറയും. അങ്ങനെ പൈസ അയച്ചിട്ട് അതെ പൈസ അയച്ചിട്ട് നമ്മൾ ചെന്ന് അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ആ ആളുകൾ ഉണ്ടാവില്ല. അത് ഹിന്ദിയിൽ മറ്റു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കോള് വരുന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി പോലീസ് പരിഗണിച്ചാൽ നല്ലത്. ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതിനൊറ്റ ചോദ്യമേ അത് അധികാരികളുടെ ഭാഗത്ത് നിന്ന്. തീർച്ചയായും കൃത്യമായിട്ട് ഇതിൻ്റെ അന്തർധാര എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രമുഖ വ്യവസായികളാവട്ടെ അല്ലെങ്കിൽ ഇവിടെയുള്ള പല അധികാരത്തിലിരിക്കുന്ന പല ആളുകളാവട്ടെ, ഇവർക്കൊക്കെ കമ്മീഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സംരക്ഷണത്തിലാണ് ഇത്തരം വ്യഭിചാര കേന്ദ്രങ്ങൾ പല നഗരങ്ങളിലും, എറണാകുളം അടക്കമുള്ള നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തത്. മറ്റെന്താണ് വേണ്ടത്?